ചില മനുഷ്യരുടെ ക്രൂരത നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. പണത്തിനു വേണ്ടി ചിലർ ചെയ്യുന്ന ക്രൂരതകൾ മനുഷ്യ മനസാക്ഷിയെപ്പോലും മരവിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു സംഭവമാണിത്. വർഷം 2013 ജൂലൈ 21 പുലർച്ചെ 2 മണിയോടെയാണ് ദാരുണമായ ഈ സംഭവം മലപ്പുറം ജില്ലയിലെ അരീക്കോട് നടക്കുന്നത്. അരീക്കോട് ആലുക്കലിലുള്ള ഒരു വീടിൻ്റെ വാതിലിൽ അസമയത്ത് തുരുതുരാ മുട്ടുകേട്ടു. വീട്ടുകാരെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു. വാതിലിൽ ആരോ തുടരെ മുട്ടുന്നത് കേട്ട വീട്ടുകാർ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് ലൈറ്റിട്ടു. പിന്നെ വാതിൽ തുറന്നു. പുറത്തു കണ്ട കാഴ്ച ആ വീട്ടുകാരെ വല്ലാതെ ഞെട്ടിച്ചു. ഒരു ചെറുപ്പക്കാരൻ 2 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുഞ്ഞിനെയും കൈകളിൽ കോരിയെടുത്ത് നിൽക്കുകയാണ്. നനഞ്ഞു കുതിർന്ന ആ കുഞ്ഞു ശരീരം നിശ്ചലമാണ്. അയാളും ശരീരമാസകലം നനഞ്ഞ അവസ്ഥയിലാണ്. ആ വീട്ടുകാർ ചെറുപ്പക്കാരനോട് കാര്യം തിരക്കി. അരീക്കോട് വാവൂർ കൂടാംതൊടി മുഹമ്മദ് ഷെരീഫ് എന്നയാളായിരുന്നു ആ ചെറുപ്പക്കാരൻ. മണൽവാരൽ തൊഴിലാളിയും തബ്ലീഗ് പ്രവർത്തകനുമായിരുന്നു അയാൾ തൻ്റെ ഭാര്യ സാബിറയോടും മക്കളായ 4 വയസ്സുകാരി ഫിദയോടും 2 വയസ്സുകാരി ഹൈഫയോടും കൂടി ടൗണിലേക്ക് പോയതാണ്. പെരുന്നാൾ അടുത്തു വരികയാണ്. പെരുന്നാളിന് ഭാര്യയ്ക്കും മക്കൾക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങണം. അതിനുവേണ്ടിയാണ് അയാൾ കുടുംബത്തെയും കൂട്ടി ടൗണിലേക്ക് പോയത്. ഒരു ആക്റ്റീവ സ്കൂട്ടറിലായിരുന്നു ആ യാത്ര. തിരിച്ചു വരുന്ന വഴി ആക്റ്റീവയുടെ ടയർ പഞ്ചറായതോടെ വണ്ടിയുടെ നിയന്ത്രണം വിട്ടു. അത് അടുത്തുള്ള ഒരു വെള്ളക്കെട്ടിലേക്ക് പതിച്ചു. ഇരുട്ടായതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അയാൾക്ക് വ്യക്തമായി മനസ്സിലായില്ല. താൻ വെള്ളക്കെട്ടിലേക്ക് വീണിരിക്കുന്നു. ഒരു കാര്യം അയാൾക്ക് ഉറപ്പായി: തൻ്റെ ഭാര്യയും കുട്ടികളും ആ വെള്ളക്കെട്ടിൽ മുങ്ങിപ്പോയിരിക്കുന്നു. എങ്ങനെയൊക്കെയോ ഇളയ കുട്ടിയെ തപ്പിയെടുത്തപ്പോഴേക്കും ആ കുഞ്ഞു ശരീരം നിശ്ചലമായിരുന്നു. തൻ്റെ കുഞ്ഞിനെയും വാരിയെടുത്ത് സഹായത്തിനായി ഈ വീട്ടിലേക്ക് ഓടിക്കയറിയതാണ്. ഇങ്ങനെയാണ് അയാൾ ആ വീട്ടുകാരോട് പറഞ്ഞത്. വീട്ടുകാർ ടോർച്ചും മറ്റുമായി പുറത്തിറങ്ങി. അയൽപ്പക്കത്തുള്ളവരെ വിളിച്ചുണർത്തി. എല്ലാവരും കൂടി ആ വെള്ളക്കെട്ടിനടുത്തേക്ക് ഓടി. ആരോ പോലീസിൽ വിവരമറിയിച്ചു. ഇതിനിടയിൽ ആരോ സാബിറയെയും മൂത്ത കുട്ടിയെയും വെള്ളക്കെട്ടിൽ നിന്ന് പുറത്തെടുത്തു. നേരം പുലർന്നു. നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനയച്ചു. പോലീസ് മുഹമ്മദ് ഷെരീഫിൻ്റെ മൊഴിയെടുത്തു. എന്നാൽ അയാളുടെ മൊഴിയിൽ ചില പൊരുത്തക്കേടുകൾ ഉള്ളതായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നി. സ്വന്തമായി കാർ ഉണ്ടായിരുന്നിട്ടും മഴയത്ത് സ്കൂട്ടറിൽ കുട്ടികളുമായി സഞ്ചരിച്ചത് ദുരൂഹമായിരുന്നു. വീട്ടിലേക്ക് എളുപ്പവഴി ഉണ്ടായിരുന്നിട്ടും ചുറ്റി വളഞ്ഞ് സഞ്ചരിച്ചത്, കുറച്ചു ദിവസം മുൻപ് തന്നെ നോമിനിയാക്കി ഭാര്യയുടെ പേരിൽ ഇൻഷുറൻസ് പോളിസി എടുത്തത്, ടയർ പഞ്ചറായി നിയന്ത്രണം വിട്ട് കുളത്തിൽ പതിച്ചെന്ന് കള്ളം പറഞ്ഞത്, ഇതൊക്കെ പോലീസിന് സംശയമുണ്ടാക്കി. അവരയാളെ വിശദമായി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ ചുരുളഴിഞ്ഞത് അതിക്രൂരമായ കൊലപാതകങ്ങളുടെ കഥയായിരുന്നു. വളരെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകങ്ങളുടെ കഥ. പണത്തിനു വേണ്ടി താലി കെട്ടിയ പെണ്ണിനെയും പറക്കമുറ്റാത്ത 2 പിഞ്ചുമക്കളെയും കൊലപ്പെടുത്തിയ സംഭവമായിരുന്നു അത്. ഭാര്യ സാബിറയുടെ പേരിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 10 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പോളിസി മുഹമ്മദ് ഷെരീഫ് എടുത്തിരുന്നു. ആ പണം കൈക്കലാക്കാനായിരുന്നു മുഹമ്മദ് ഷെരീഫ് ഈ ക്രൂരകൃത്യം ചെയ്തത്. ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തി ഇൻഷുറൻസ് തുക തട്ടുക, പിന്നെ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുക. ഇതായിരുന്നു മുഹമ്മദ് ഷെരീഫിൻ്റെ പദ്ധതി. വിവാഹ സമയത്ത് സ്ത്രീധനമായി കിട്ടിയ 75 പവൻ സ്വർണ്ണാഭരണങ്ങളിൽ 50 പവനും പണയം വയ്ക്കാനെന്ന് പറഞ്ഞ് ഭാര്യയോട് വാങ്ങിയ മുഹമ്മദ് ഷെരീഫ് ആ സ്വർണം വിറ്റിരുന്നു. പണയം വയ്ക്കാൻ വാങ്ങിയ ആഭരണങ്ങൾ തിരിച്ചെടുത്തു തരണമെന്നാവശ്യപ്പെട്ട് സാബിറ നിർബന്ധം പിടിച്ചത് മുഹമ്മദ് ഷെരീഫിനെ വല്ലാതെ രോഷാകുലനാക്കി. അതോടെയാണ് സാബിറയെയും മക്കളെയും എങ്ങനെയും വകവരുത്തണമെന്ന തീരുമാനത്തിലേക്ക് അയാൾ എത്തിയത്. അതുമാത്രമല്ല, സാബിറയെ വകവരുത്താനായി അയാൾക്ക് അയാളുടേതായ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. 2ാമത്തെ പ്രസവത്തിനു ശേഷം ഭാര്യയോട് മുഹമ്മദ് ഷെരീഫിന് വല്ലാത്ത വിരക്തിയുണ്ടായി. അവളെയും കുട്ടികളെയും ഇല്ലാതാക്കിയാൽ സുന്ദരിയായ മറ്റൊരു പെണ്ണിനെ കൂടുതൽ സ്വർണവും പണവും വാങ്ങി വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാം. ഇതും ഒരു കാരണമായി. പെൺകുട്ടികൾ ഒരു ബാധ്യതയാകുമെന്നുള്ളത് കൊണ്ടാണ് അവരെയും വകവരുത്താൻ അയാൾ പദ്ധതിയിട്ടത്. അങ്ങനെ അയാൾ തലപുകഞ്ഞാലോചിച്ചു. പിടിക്കപ്പെടാതെ സാബിറയെയും മക്കളെയും ഇല്ലാതാക്കണമെങ്കിൽ അത് വളരെ ആസൂത്രിതമായിട്ടായിരിക്കണം. അങ്ങനെയാണ് അയാൾ വെള്ളക്കെട്ടിലെ അപകടം ആസൂത്രണം ചെയ്തത്. വൈകാതെ മുഹമ്മദ് ഷെരീഫിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കോടതിയിൽ ഹാജരാക്കിയ അയാളെ റിമാൻഡ് ചെയ്തു. ക്രൂരമായ ഈ കൃത്യം നടന്നതിൻ്റെ 76ാമത്തെ ദിവസം അന്വേഷണ സംഘം 800ഓളം പേജുകളുള്ള കുറ്റപത്രം മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടും പൊതുമരാമത്ത് വകുപ്പിൻ്റെ റൂട്ട് മാപ്പും ഫോറൻസിക് പരിശോധനാ ഫലവും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടും കുറ്റപത്രത്തോടൊപ്പം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. 123 പേരെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം 106 രേഖകളും 50ഓളം തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. മലപ്പുറം ഡിവൈഎസ്പി ആയിരുന്ന അഭിലാഷിൻ്റെയും മഞ്ചേരി CI ആയിരുന്ന VA കൃഷ്ണദാസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു കേസിൻ്റെ അന്വേഷണം.
7 മാസം റിമാൻഡിൽ കഴിഞ്ഞതിനു ശേഷം പ്രതിയായ മുഹമ്മദ് ഷെരീഫ് ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാതെ കേസ് നീണ്ടുപോകുന്നതിനെതിരെ സാബിറയുടെ പിതാവ് മുഹമ്മദ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. 2015 ഏപ്രിൽ 22 ശേഷം മുഹമ്മദ് ഷെരീഫിനെ കുറിച്ച് ആർക്കും യാതൊരു വിവരവുമില്ലായിരുന്നു. അയാൾ എങ്ങോട്ടോ ഒളിവിൽ പോയിരുന്നു. മുഹമ്മദ് ഷെരീഫിന് ജാമ്യം നിന്ന അയാളുടെ മാതാവ് മരണപ്പെട്ടതോടെ പോലീസ് കൂടുതൽ പ്രതിസന്ധിയിലായി. കുറേ നാൾ കഴിഞ്ഞ് മുഹമ്മദ് ഷെരീഫിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സാബിറയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇയാളെ കണ്ടെത്താനായി ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. അവർ നടത്തിയ അന്വേഷണത്തിലും മുഹമ്മദ് ഷെരീഫിനെക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടിയില്ല. ഇയാൾ നിലമ്പൂരിനടുത്ത് താമസിക്കുന്നതായി സാബിറയുടെ ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചു. ആ ഭാഗത്തൊക്കെ അന്വേഷിച്ചെങ്കിലും പ്രതിയെക്കുറിച്ചുള്ള യാതൊരു തുമ്പും കിട്ടിയില്ല. എന്നാൽ പോലീസ് മുഹമ്മദ് ഷെരീഫിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. മുഹമ്മദ് ഷെരീഫിനെ കണ്ടെത്താനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. സൈബർ സെല്ലിൻ്റെയും സാങ്കേതിക വിദഗ്ധരുടെയും സഹായത്തോടെ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടേയിരുന്നു. വർഷം 2026 ഏപ്രിൽ. അങ്ങനെയിരിക്കെ കൊണ്ടോട്ടി ഡിവൈഎസ്പിക്ക് ഒരു രഹസ്യ വിവരം കിട്ടി. മുഹമ്മദ് ഷെരീഫ് കർണാടകയിലെ പരപ്പ അഗ്രഹാരത്തിൽ താമസിക്കുന്നുണ്ട് എന്നായിരുന്നു ആ രഹസ്യ വിവരം. അവിടെ കൽക്കട്ട സ്വദേശിനിയായ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് ടാക്സി ഡ്രൈവറായിട്ടായിരുന്നു മുഹമ്മദ് ഷെരീഫിൻ്റെ ജീവിതം. അങ്ങനെ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിൻ്റെ നിർദ്ദേശമനുസരിച്ച് കൊണ്ടോട്ടി ASP കാർത്തിക് ബാലകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ CR ഹരിദാസ്, P സഞ്ജീവ്, O രതീഷ്, PC മുഹമ്മദ് മുസ്തഫ, T സബീഷ്, C സുബ്രഹ്മണ്യൻ എന്നിവരടങ്ങിയ ഡാൻസ് ഓഫ് സംഘം പരപ്പ അഗ്രഹാരത്തിലെത്തി. അവരവിടെ മുഹമ്മദ് ഷെരീഫിനെ കണ്ടു. മുഹമ്മദ് ഷെരീഫ് മുഹമ്മദ് യൂസഫ് എന്ന കള്ളപ്പേരിലായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡും പാൻ കാർഡുമൊക്കെ അയാൾ വ്യാജവിലാസത്തിൽ നിർമ്മിച്ചു. നാട്ടിൽ നിന്ന് മുങ്ങിയതിനു ശേഷം മംഗളൂരു, മൈസൂരു, മുംബൈ, ബംഗാൾ, കൊൽക്കത്ത എന്നിവിടങ്ങളിലൊക്കെ മുഹമ്മദ് ഷെരീഫ് താമസിച്ചു. ചിലയിടങ്ങളിൽ നിർമ്മാണ തൊഴിലാളിയായി അയാൾ ജോലി ചെയ്തു. ചിലയിടങ്ങളിൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി ഏജന്റായി. ബംഗളൂരുവിൽ അയാൾ ഓടിച്ചിരുന്ന കാർ കൊൽക്കത്തക്കാരിയായ ഭാര്യയുടെ പേരിലുള്ളതായിരുന്നു. പകൽ അയാൾ അങ്ങനെ പുറത്തിറങ്ങാറില്ലായിരുന്നു. രാത്രികാലങ്ങളിലാണ് അധികവും പുറത്തിറങ്ങുന്നത്. മലയാളികളുമായി അകന്നു നിൽക്കാൻ മുഹമ്മദ് ഷെരീഫ് എപ്പോഴും ശ്രദ്ധിച്ചു. ഹിന്ദിയിലായിരുന്നു സംസാരം. സാധാരണക്കാരുടെ വേഷത്തിലായിരുന്നു ആദ്യം പോലീസ് മുഹമ്മദ് ഷെരീഫിൻ്റെ അടുത്തെത്തിയത്. ഒരു ദിവസത്തോളം അവർ രഹസ്യമായി മുഹമ്മദ് ഷെരീഫിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. പിന്നീടാണ് അയാളുടെ താമസ സ്ഥലത്തെത്തി വലയിലാക്കിയത്. നാട്ടിൽ നിന്ന് മുങ്ങിയതിനു ശേഷം മംഗളൂരുവിൽ KSRTC കണ്ടക്ടറെ മർദ്ദിച്ച് മുഹമ്മദ് ഷെരീഫ് പണവും സ്വർണവും കവർന്നിരുന്നു. ഈ കേസിൽ കർണാടക പോലീസിൻ്റെ പിടികിട്ടാപ്പുള്ളിയായിരുന്നു ഇയാൾ. ഈ കേസിൽ കൂട്ടാളിയായ മംഗളൂരു സ്വദേശി പിടിയിലായെങ്കിലും ഷെരീഫ് പോലീസിനെ വെട്ടിച്ച് കടന്നുകളയുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഡാൻസ് ഓഫ് പിടികൂടിയ മുഹമ്മദ് ഷെരീഫിനെ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി. ഇയാളെ റിമാൻഡ് ചെയ്ത കോടതി മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് അയച്ചു.